അഞ്ചാം ദിവസം കളി ആരംഭിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് വേണ്ടിയിരുന്നത് ശ്രീലങ്കയുടെ ശേഷിക്കുന്ന 4 വിക്കറ്റുകൾ വീഴ്ത്തി ചെറിയൊരു വിജയലക്ഷ്യം പിന്തുടരുക എന്നതായിരുന്നു. എന്നാൽ രാവിലെ മുതൽ ശ്രീലങ്കൻ താരങ്ങൾ ഇന്ത്യൻ ബൌളർമാരെ ശരിക്കും പരീക്ഷിച്ചിരിക്കുകയാണ്. ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 503 റൺസിന് 9 വിക്കറ്റ് നഷ്ടത്തിൽ ഡിക്ലെയർ ചെയ്തിരുന്നു. മറുപടിയായി ശ്രീലങ്കയെ 290 റൺസിന് പുറത്താക്കിയ ഇന്ത്യ 213 റൺസിന്റെ വലിയ ലീഡ് സ്വന്തമാക്കി ഫോളോ ഓൺ ചെയ്യിക്കുകയും ചെയ്തു. അതോടെ മത്സരം വളരെ വേഗത്തിൽ ഇന്ത്യയുടെ കൈകളിലേക്ക് എത്തുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്കയുടെ പോരാട്ടം അതിശക്തമായി. 4-ാം ദിവസം കളി അവസാനിക്കുമ്പോൾ 229 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിലായിരുന്ന ശ്രീലങ്ക ഇന്ന് രാവിലെ മുതൽ ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടുത്താതെ റൺസ് കൂട്ടിച്ചേർത്തു. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ശ്രീലങ്ക 329 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിലാണ്. അതായത് ഇന്ത്യക്കെതിരെ ഇപ്പോൾ 116 റൺസിന്റെ ലീഡ്. സോണൽ ദിനുഷ 55 റൺസുമായി പുറത്താകാതെ നിൽക്കുമ്പോൾ കേശർ നുവന്ത 46 റൺസുമായി അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകുകയാണ്. ഇരുവരും ചേർന്ന് ഇതിനോടകം 111 റൺസിന്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മത്സരത്തിൽ ശ്രീലങ്കയുടെ ഏറ്റവും വലിയ പോരാളിയായി മാറിയിരിക്കുന്നത് സോണൽ ദിനുഷ തന്നെയാണ്. ആദ്യ ഇന്നിംഗ്സിൽ 103 റൺസ് നേടിയ ദിനുഷ ഇപ്പോൾ രണ്ടാം ഇന്നിംഗ്സിലും അർദ്ധസെഞ്ചുറി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആദ്യ ടെസ്റ്റിലും 100-നും 84-നും റൺസ് നേടിയിരുന്ന ദിനുഷ ഈ പരമ്പരയിൽ ശ്രീലങ്കയുടെ ഏറ്റവും സ്ഥിരതയുള്ള ബാറ്ററായി മാറിയിരിക്കുകയാണ്. മറുവശത്ത് ഇന്ത്യയ്ക്ക് ഇപ്പോൾ വലിയ സമ്മർദ്ദമാണ്. 213 റൺസിന്റെ ലീഡ് നേടിയ ശേഷം ഫോളോ ഓൺ ചെയ്യിച്ച ഇന്ത്യ വളരെ പെട്ടെന്ന് തന്നെ മത്സരം അവസാനിപ്പിക്കാമെന്ന് കരുതിയെങ്കിലും ശ്രീലങ്കൻ താരങ്ങൾ അതിന് അനുവദിച്ചിട്ടില്ല. ഇനി ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം ദിനുഷിനുവന്ത കൂട്ടുകെട്ട് എത്രയും വേഗം തകർക്കുക എന്നതാണ്. ഈ കൂട്ടുകെട്ട് പൊളിഞ്ഞാൽ ശേഷിക്കുന്ന 2 വിക്കറ്റുകൾ കൂടി വേഗത്തിൽ വീഴ്ത്തി ഇന്ത്യയ്ക്ക് ചെറിയൊരു വിജയലക്ഷ്യം പിന്തുടരാൻ സാധിക്കും. എന്നാൽ ശ്രീലങ്ക കുറച്ചുകൂടി സമയം ബാറ്റ് ചെയ്ത് ലീഡ് 150 കുറയ്ക്കുക 200 റൺസിലേക്ക് എത്തിച്ചാൽ ഇന്ത്യയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. അതിനൊപ്പം കൊളംബോയിലെ മഴയും ഇന്ത്യയ്ക്ക് വലിയ ഭീഷണിയാണ്. മഴ കാരണം 4-ാം ദിവസത്തെ കളി നേരത്തെ അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. 5-ാം ദിവസവും കാലാവസ്ഥ മത്സരം തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ത്യയ്ക്ക് വിക്കറ്റുകൾ മാത്രം മതിയാകില്ല, അവ വളരെ വേഗത്തിൽ നേടുകയും വേണം. ഇന്ത്യ ഈ മത്സരം ജയിച്ചാൽ ശ്രീലങ്കയ്ക്കെതിരായ 2 മത്സര ടെസ്റ്റ് പരമ്പര 2 കുറയ്ക്കുക 0 സ്വന്തമാക്കാനും കഴിയും. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ 165 റൺസിന്റെ വലിയ വിജയം നേടിയിരുന്നു. രണ്ടാം ടെസ്റ്റിലും ഇന്ത്യ ഇതുവരെ ആധിപത്യം പുലർത്തിയെങ്കിലും ഇപ്പോൾ ശ്രീലങ്കയുടെ ഈ പോരാട്ടം മത്സരത്തെ വീണ്ടും ആവേശകരമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ബാറ്റിംഗിൽ ദേവദത്ത് പടിക്കൽ 117 റൺസും ധ്രുവ് ജുറേൽ പുറത്താകാതെ 115 റൺസും നേടിയതാണ് ഇന്ത്യയെ 500 കടത്തിയത്. ശ്രീലങ്കയുടെ ആദ്യ ഇന്നിംഗ്സിൽ ദിനുഷയുടെ 103 റൺസും ശ്രദ്ധേയമായിരുന്നു. ഇപ്പോൾ അതേ ദിനുഷ തന്നെയാണ് വീണ്ടും ഇന്ത്യയുടെ വിജയത്തിന് മുന്നിലെ പ്രധാന തടസ്സമായി നിൽക്കുന്നത്.